ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരക്കറി അല്ലെങ്കിൽ ഉരുട്ടി പായസം കേട്ടോ. ഇതുണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 2-3 ബെസ്റ്റ് ഫ്രണ്ട്സുകൾ പറഞ്ഞു, എന്തോ സംസാരിച്ച സമയത്ത് ഞങ്ങളതൊന്നും ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ ഒരിക്കലും ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാ നമ്മളിതിലേക്ക് കടലപ്പരിപ്പ് വേവിച്ചത്, അതിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി ഇതേപോലെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അത് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പായസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു മടി പിടിക്കുന്ന ഒരു പായസമാണ്. കാരണം ആ ഒരു പത്തിരിപ്പൊടിയൊക്കെ ഉരുട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവരേണ്ടിയിട്ട്. അപ്പോൾ ഒരു മൂടുള്ള സമയത്താട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ആ ഒരു പഴം ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ പറഞ്ഞില്ലേ മടി പിടിച്ചൊരു സംഭവമാണെന്ന്, അതൊന്ന് ഈ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാക്കനോട് പറഞ്ഞിട്ട് 2 ബോട്ടിൽ തേങ്ങാപ്പാൽ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വെന്തോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇതിലേക്ക് ശർക്കര പാനി ഉരുക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് അരിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇത് അരിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. എല്ലാം ഓൾറെഡി വെന്തതാണല്ലോ, അതിലേക്ക് നമുക്ക് ആ ഒരു പഴം മാത്രം ഒന്ന് വേവിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനിതാ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ ഏലക്കായ പൊടിച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതാ 3 ആൾക്ക് 3 ബോട്ടിൽ എടുത്ത് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ സെറ്റായി. ഇനി ഞാനും മോനും ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഞങ്ങളിതാ മാറ്റിയിട്ട് ഞങ്ങൾ നടന്നിട്ടാട്ടോ പോകുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് പോകാനേ ഉള്ളൂ. ഈ 10 മിനിറ്റിൻ്റെ ഇടയിലാണ് ഒരു ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അവൾ അവിടെ ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞ് മറ്റേ ഫ്രണ്ടിൻ്റെ അടുത്ത് വെച്ചാൽ മതി, ഞാൻ വരുന്ന സമയത്ത് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മോനെ ഇതാ വാതിലൊക്കെ പൂട്ടി ഞങ്ങളിതാ നടന്നു പോകാണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളാരും നടക്കൂലല്ലോ രാത്രി. ഇവിടെ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്, രാത്രി നമുക്ക് സ്വന്തമായിട്ട് പുറത്തിറങ്ങി നടക്കാം. അങ്ങനെ ഞാനും മോനും ഇതാ പുറത്ത് ഇറങ്ങി. ഇവിടെ മോൻ്റെ ഒരു പെറ്റ് പൂച്ചയുണ്ട്, ഓനെ കാണുമ്പോഴേക്ക് ഓടി വരും. അപ്പോൾ മോന് അതിന് പേരിട്ടിക്ക് ബ്ലാക്കിന്ന്. അതിനൊരു 2 മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് ചോദിക്കുകയാണ് ബ്ലാക്കി എവിടെ പോയി, അമ്മ എവിടെ പോയി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോനിങ്ങനെ ഉറക്കെ ബ്ലാക്കി എന്ന് വിളിച്ചിട്ട് ബ്ലാക്കി എവിടുന്നാന്നറിയില്ല, എവിടുന്നോ ഓടി വരുന്നുണ്ട്. ബ്ലാക്കി എവിടെ? അതാ ഇരുന്ന എവിടുന്നോ താഴെ നിന്നെങ്ങാൻ വരിക കേട്ടോ, ഓടി വരികയാണ്. മോൻ്റെ വിളി കേട്ടിട്ട് അത് കണ്ടവൻ ഭയങ്കര ഹാപ്പി. ആ പൂച്ചനൊക്കെ ഇങ്ങനെ തൊട്ട് കളിക്കും. ഞാൻ പറയും അങ്ങനെ തൊട്ടൊന്നും കളിക്കരുത്, എല്ലൂടെക്കോ നടക്കുന്ന പൂച്ചയാണല്ലോ, അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത്, അത് ഇങ്ങനെ കടിക്കും മാന്തും എന്നൊക്കെ പറയും. പക്ഷേ എവിടെ ആൾ കേൾക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അധികം കളിക്കുകയാണ് ഞാൻ പോകുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. മൂപ്പരാണെങ്കിൽ മക്കളെടുത്തേക്കൊക്കെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് കളിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ താഴോട്ടേക്ക് അങ്ങ് പോയ സമയത്ത് മുപ്പരും എൻ്റെ കൂടെ തന്നെ പോന്ന്. പിന്നെ അതവിടെ ഒരുപാട് വേസ്റ്റൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് കേട്ടോ ഈ നായ്ക്കളൊക്കെ. ഇവിടെ കുറേ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഞങ്ങളിതാ നടന്ന് ഒക്കെ. പിന്നെ ഇതാട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, അവളുടെ വീട് ഇതാണ്. അവളിപ്പോൾ റൂമിലില്ല, പുറത്താണ്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ ക്ലോക്ക് ടവർ അതാ കാണുന്ന. അപ്പോൾ ഇതിങ്ങനെ നടന്ന് പോയ സമയത്ത് മോനെ ഒരു കടയിൽ കയറിയിട്ട് എന്തോ മുട്ടായൊക്കെ വാങ്ങണം പറഞ്ഞ് അങ്ങനെ മുട്ടായൊക്കെ വാങ്ങിയതാ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറച്ചുകൂടി നടന്ന് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ബിൽഡിങ്ങിന് താഴെ എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ ലിഫ്റ്റൊക്കെ കയറിയിട്ട് ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ എല്ലാവർക്കും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ വേറെ ഒരു ഫ്രണ്ട് കൂടി ഉള്ളത്. അവർക്കൊക്കെ കൊടുത്ത് മാഷാ അല്ലാഹ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇതുവരെ അവർ കുടിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.